അസ്സലാമു അലൈക്കും. വളരെയധികം അതിരൂക്ഷമായ ഒരു യുദ്ധ സാഹചര്യത്തിലേക്കാണ് ലോകം കടന്നു പോകുന്നത്. നമുക്കറിയാം, യുദ്ധം കൊതിക്കുന്ന, സമാധാനം ആഗ്രഹിക്കാത്ത ബെഞ്ചമിൻ നെതന്യാഹു അതിരൂക്ഷമായ ആക്രമണങ്ങൾ ഇറാനിലെങ്ങും നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമെന്നോണം, അതിൻ്റെ മറുപടി എന്നോണം ഇറാൻ്റെ ഭാഗത്തു നിന്നും അതിശക്തമായ തിരിച്ചടികൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇസ്രായേൽ നഗരങ്ങളിലുണ്ടായി. കഴിഞ്ഞ ദിവസം രാത്രി പോലും വളരെയധികം അതിശക്തമായ തിരിച്ചടിയായിരുന്നു ഇറാൻ ഇസ്രായേലിലെങ്ങും നടത്തിയത്. 100 കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി മിസൈലുകൾ ഇസ്രായേലിലെങ്ങും പതിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിരവധി ആളുകൾ മരണപ്പെട്ടുവെന്നും ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റുവെന്നും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നും പറയപ്പെടുമ്പോൾ ആ ഒരു ഇറാനിൻ്റെ അറ്റാക്ക്, അവരുടെ ആ ഒരു തിരിച്ചടി എത്രത്തോളം വലിയ ശക്തിയുള്ളതാണ് എന്നുള്ളത് ലോകം മനസ്സിലാക്കുകയാണ്. ഇത്തരത്തിൽ അതിരൂക്ഷമായ ഒരു യുദ്ധം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ ഇറാനിൽ ലോകം ഉറ്റുനോക്കുന്ന ഒരു പതാകയുണ്ട്, ദ റെഡ് ഫ്ലാഗ്. അതെ, ചുവന്ന പതാക, ഇറാനിന്റെ ചുവന്ന പതാക. ആ ചുവന്ന പതാക ഇറാനിൽ പാറിപ്പറക്കുകയാണ്. ഇറാൻ ആക്രമിക്കുന്നതിന് തൊട്ടു മുമ്പ് അവർ ചുവന്ന പതാക ഉയർത്തിയിരുന്നു. തിരിച്ചടിക്കുള്ള, ഒരു മറുപടിക്കുള്ള, ഒരു പ്രതികാരത്തിന്റെ മറുപടി എന്നോണം ആ പതാക അവർ ഉയർത്തി. ഇറാൻ കോമിലെ ജാംകരൻ പള്ളിക്ക് മുകളിൽ ഇറാൻ ആ പ്രതികാരത്തിന്റെ പ്രതീകാത്മകമായ ചുവന്ന പതാക ഉയർത്തി. നോക്കൂ, ഇതാദ്യമായിട്ടല്ല ഇറാനിൽ ആ പള്ളിക്ക് മുകളിൽ ചുവന്ന പതാക പാറിപ്പറക്കുന്നത്. ഇതിനു മുമ്പും 2 തവണകളിൽ ഉണ്ടായിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ആ ചുവന്ന പതാക ഉയരുന്നത് 2020-ലാണ്. ഇറാനിലെ IGRC കമാൻഡറായിട്ടുള്ള കാസിം സുലൈമാനി കൊല്ലപ്പെട്ട സമയത്താണ് 2020-ൽ ആ ചുവന്ന പതാക ഉയർന്നത്. അതിനുശേഷം 2024-ൽ ഹമാസ് നേതാവായിട്ടുള്ള ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ട സമയത്തും ഇറാൻ ആ ചുവന്ന പതാക ഉയർത്തിയിരുന്നു. ആ ചുവന്ന പതാക 2 തവണ ഉയർത്തിയ സമയത്തും ഇറാന്റെ ഭാഗത്തു നിന്നും ശക്തമായ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. തങ്ങൾ യുദ്ധത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന വലിയ സൂചനയാണ് ഇറാൻ ഈ ചുവന്ന പതാകയിലൂടെ ലോകത്തോട് അറിയിക്കുന്നത്. പ്രതികാരത്തിന്റെ ചെങ്കൊടിയാണ് ആ ഇറാന്റെ ചുവന്ന പതാക. അതിന് ചരിത്രപരവും മതപരവുമായ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. നമുക്കറിയാം, ഇറാനിലുള്ളത് ഷിയ മുസ്ലിമീങ്ങളാണ്. അവരുടെ ഷിയ പാരമ്പര്യമനുസരിച്ച് പ്രത്യേകിച്ച് അന്യായമായി രക്തം ചൊരിയപ്പെടുമ്പോൾ നീതിക്കും പ്രതികാരത്തിനും വേണ്ടിയുള്ള ആഹ്വാനത്തെയായിട്ടാണ് അവർ ആ ചുവന്ന പതാക സൂചിപ്പിക്കുന്നത്. ടെഹ്റാനിൽ നിന്ന് 140 കിലോമീറ്റർ തെക്കായി സ്ഥിതി ചെയ്യുന്ന ഇറാനിലെ ഏറ്റവും പുണ്യ നഗരങ്ങളിലൊന്നായ ക്യോം പലപ്പോഴും ദേശീയ ദുഃഖത്തിന്റെയും പ്രതീകാത്മകതയുടെയും കേന്ദ്രമായിരുന്നു. കോമിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ കിഴക്കായി ജാംകരൻ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി ഷിയ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് പ്രത്യേകതയുള്ളതാണ്. അവരുടെ ആത്മീയ പ്രാധാന്യത്തിന് പേരുകെട്ട പള്ളിയാണ് ജാംകരൻ പള്ളി. അവരുടെ വിശ്വാസമനുസരിച്ച് അവരുടെ 12ാമത്തെ ഇമാമായിട്ടുള്ള ഇമാം മഹദീൻ എന്ന് സ്വപ്നത്തിൽ ലഭിച്ച ഒരു ദൈവിക നിർദ്ദേശത്തെ തുടർന്ന് ഹിജറ 393, അതായത് AD 1003-ൽ ഹസൻ ബിൻ മുത്തലിഫ് ജാംകരാനി നിർമ്മിച്ചതാണ് എന്ന് അത് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഷിയ പാരമ്പര്യമനുസരിച്ച് നീതിയും സമാധാനവും സ്ഥാപിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഇമാം മഹദിയാണ് ഈ പള്ളിയുടെ നിർമ്മാണത്തിന് കൽപ്പന നൽകിയതെന്ന് അവർ വിശ്വസിക്കുന്നു. ഇത് തീർത്ഥാടനത്തിന്റെയും ഭക്തിയുടെയും ഒരു ആദരണീയ സ്ഥലമായി മാറി. ഷിയ മുസ്ലിമീങ്ങൾക്ക് ഈ ജാംകരൻ പള്ളിയിൽ ചൊവ്വാഴ്ച രാത്രി പ്രാർത്ഥനകൾക്കൊരു പ്രത്യേക പ്രാധാന്യമുണ്ട്. കാരണം ഇമാം മഹദി ഈ രാത്രികളിൽ പള്ളിയിൽ ആത്മീയമായി സന്നിഹിതനാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. ഈ വിശ്വാസം എല്ലാ ചൊവ്വാഴ്ചയും ആയിരക്കണക്കിന് തീർത്ഥാടകരെ അവിടേക്ക് ആകർഷിക്കുന്നുണ്ട്. അവർ തങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുമെന്ന പ്രതീക്ഷയിൽ അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒത്തുകൂടാറുണ്ട്. ഇസ്ലാമിക കലകൾ, നീല പച്ച താഴികക്കുടങ്ങൾ, മിനാരങ്ങൾ, ഖുർആൻ വാക്യങ്ങൾ ആലേഖനം ചെയ്ത പ്രാർത്ഥനാ ഹാളുകൾ എന്നിവയാൽ അലങ്കരിച്ച വിശാലമായ ഒരു സമുച്ചയമാണ് ഈ പള്ളി. നിരവധി പ്രവേശന കവാടങ്ങളും പ്രാർത്ഥനാ മുറികളും ഈ പള്ളിക്കകത്തുണ്ട്. ഒരു ആത്മീയ കേന്ദ്രം എന്നതിലുപരി മതവിദ്യാഭ്യാസം, ദരിദ്രർക്ക് സഹായം, ചൊവ്വാഴ്ച രാത്രികളിൽ സൗജന്യ ഭക്ഷണം വിതരണം എന്നിവയിൽ ജാംകരൻ പള്ളി ഒരു പ്രധാന സാമൂഹിക പങ്ക് വഹിക്കുന്നുണ്ട്. ഈ പള്ളിക്ക് മുകളിൽ ആ ചുവന്ന കൊടി ഉയർത്തുമ്പോഴെല്ലാം വലിയൊരു സൂചനയാണ് അവർ അതിലൂടെ ലോകത്തിന് നൽകുന്നത്. ഇതൊരു വലിയ മരണത്തിനോ ആക്രമണത്തിനോ പ്രതികാരം ചെയ്യുമെന്ന ഇറാനിന്റെ പ്രതിജ്ഞയെ സൂചിപ്പിക്കുന്നു. പ്രധാനമായിട്ടും ഈ പള്ളിക്ക് മുകളിൽ ഈ ചുവന്ന കൊടി ഉയർത്താനുള്ള ചരിത്രപ്രധാനമായ ഒരു കാരണമുണ്ട്. അത് കർബല യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. ആ ചരിത്രം കുറിച്ച് ഞാൻ വിശദീകരിച്ചു പോകാം. ഇസ്ലാമിക ചരിത്രത്തിലെ കറുത്ത അധ്യായമായിരുന്നു കർബല. 4ാം ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിന് ശേഷം ഭരണമേറ്റെടുത്തത് ഹസൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അധികം വൈകാതെ സമുദായത്തിന് നന്മ ലക്ഷ്യമാക്കി മുആവിയ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി സ്ഥാനമൊഴിഞ്ഞു കൊടുക്കാൻ ഹസൻ റളിയല്ലാഹു അൻഹു ധാരണയിലായി. മുആവിയ റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് തന്നെ മകൻ യസീദിനെ അടുത്ത ഖലീഫയായി വിളംബരം ചെയ്തത് പലർക്കും അംഗീകരിക്കാനായില്ല.
മദീനയിലെ പ്രമുഖ സ്വഹാബിമാരെല്ലാം യസീദിന്റെ ഭരണം വേണ്ടെന്ന് തുറന്നു പറഞ്ഞു. യസീദിന്റെ കാർകശ സ്വഭാവവും പെരുമാറ്റ രീതികളുമായിരുന്നു അതിന് കാരണം. ഹിജറ 56 മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന് 5 വർഷം മുമ്പാണ് ഈ പ്രഖ്യാപനവും പ്രതിഷേധങ്ങളുമൊക്കെ ഉണ്ടായത്. മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായതോടെ മദീനയിൽ ഇസ്ലാമിക പ്രമാണങ്ങളുടെ മേൽ യസീദ് കൈവയ്ക്കുമെന്ന അവസ്ഥ വന്നു. അതോടെ പ്രതിഷേധങ്ങൾക്ക് ശക്തി കൂടി. മദീനയിൽ തന്നെ അംഗീകരിക്കാത്തവരെ കണ്ടെത്തി ബൈഅത്ത് ചെയ്യിക്കാൻ ഗവർണർക്ക് ആജ്ഞ നൽകി. ഇസ്ലാമിക മൂല്യങ്ങൾക്ക് കോട്ടം സംഭവിക്കുന്നത് ഭയപ്പെട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ മക്കയിലേക്ക് പുറപ്പെട്ടു. അവിടുത്തെ ജനങ്ങൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ നിരന്തരം സന്ദർശിക്കുകയും അനുഗ്രഹം വാങ്ങുകയും പലപ്പോഴും അദ്ദേഹത്തിന് ചുറ്റും കൂടുകയും ചെയ്യുമായിരുന്നു. കൂഫയിലെ സ്ഥിതിഗതികൾ ഏറെ വ്യത്യസ്തമായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്തിന്റെ നേതാവായി വരണമെന്ന് അവർ അതിയായി ആഗ്രഹിച്ചു. യസീദിന്റെ ഭരണം തങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നും തങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ഒരു നേതാവായി ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്നെ വേണമെന്നും അവർ നിരന്തരം കത്തുകളിലൂടെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. മതനേതൃത്വമില്ലാതെ ഒരു സമുദായം വഴിതെറ്റാൻ പാടില്ല എന്ന ഉത്തമ ചിന്ത ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അലട്ടിയതുകൊണ്ട് അദ്ദേഹം കൂഫയിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പ് കൂഫയെ മനസ്സിലാക്കാൻ പിതൃവ്യപുത്രനായ മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹുവിനെ അവിടേക്ക് അയച്ചു. കൂഫ നിവാസികൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതിനിധിയെ സ്നേഹാദരവുകളോടെ സ്വാഗതം ചെയ്യുകയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് ചെയ്യാൻ താൽപ്പര്യമറിയിക്കുകയും ചെയ്തു. ആ സന്തോഷ വാർത്തയാണ് മുസ്ലിം റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് തിരിച്ചയച്ചത്. അതേസമയം കൂഫയുടെ ഗവർണറായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിന്റെ ഇടപെടൽ യസീദിനെ അനുകൂലിക്കുന്നവർക്ക് അസഹനീയമായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഭരണാധികാരിയായി ബൈഅത്ത് ചെയ്യുമെന്ന വിവരമറിഞ്ഞ കൂഫ ഗവർണർ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തത്. അവർക്കെതിരെ നീക്കങ്ങളൊന്നും നടത്താത്തത് ശത്രുത അധികമാവാൻ കാരണമായി. ഗവർണറെ മാറ്റണമെന്ന് ചിലർ യസീദിന് കത്തെഴുതുകയും തുടർന്ന് ബസ്റയിലെ ഗവർണറും പരുഷ സ്വഭാവക്കാരനായ ഇബ്നു സിയാദിനെ കൂഫയിലെ ഗവർണറായി യസീദ് നിശ്ചയിക്കുകയും ചെയ്തു. കൂഫയിലെ പുതിയ ഗവർണർ ഇബ്നു സിയാദിന്റെ സ്വഭാവം അറിയാമായിരുന്ന ജനങ്ങൾ വിഭ്രാന്തിയിലായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനുള്ള സ്വാധീനം യസീദിന്റെ ഭരണത്തിന് കോട്ടം വരുത്തുമെന്ന് തിരിച്ചറിഞ്ഞ ചില ആളുകൾ അണിയറയിൽ രഹസ്യമായ ഗൂഢാലോചനകൾ നടത്തി. പുതിയ ഗവർണറുടെ ആഗമനം മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെയും കൂടെയുള്ളവരെയും ആശങ്കയിലാക്കി. ഇബ്നു സിയാദിന്റെ നിരന്തരമായ പ്രകോപനങ്ങളും ശിക്ഷാമുറകളും സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ മുസ്ലിം റളിയല്ലാഹു അൻഹുവും സൈന്യവും ഗവർണറുടെ കൊട്ടാരം വളഞ്ഞു. കൊട്ടാരത്തിന്റെ മുന്നിൽ തടിച്ചുകൂടിയ ജനങ്ങളെ കണ്ടപ്പോൾ ഇബ്നു സിയാദ് പുറത്തിറങ്ങി എല്ലാ ഗവർണറും പയറ്റുന്ന അടവുകൾ പയറ്റു നോക്കി. പക്ഷേ ജനങ്ങൾ പാറ പോലെ ഉറച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ പ്രലോഭനങ്ങൾ തുടങ്ങി. അധികം വൈകാതെ മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റുഭാഗവും ശൂന്യമായി. തന്റെ കൂടെയുണ്ടായിരുന്നവർ പിന്തിരിഞ്ഞുവെന്നും താൻ ചതിക്കുഴിയിൽ വീണിരിക്കുന്നുവെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞത് അപ്പോഴായിരുന്നു. ഒടുവിൽ മുസ്ലിം റളിയല്ലാഹു അൻഹു പിടിക്കപ്പെടുകയും കൊട്ടാരത്തിൽ ഹാജരാക്കപ്പെടുകയും ചെയ്തു. വധിച്ചു കളയാനായിരുന്നു രാജകൽപ്പന. ചതിയന്മാരായ ഒരു സമൂഹത്തിലേക്ക് നേതൃത്വം ഏറ്റെടുക്കാൻ വരുന്നത് ആത്മഹത്യയാണെന്ന് മനസ്സിലാക്കിയ മുസ്ലിം റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് വരരുത് എന്നും തിരിച്ചു പോകണമെന്നും കത്തെഴുതുകയും ആ സന്ദേശം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് എത്തിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയും ചെയ്തു. സന്ദേശം ലഭിച്ച ഹുസൈൻ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത് മറ്റൊരു രീതിയിലായിരുന്നു. താൻ എവിടെ അഭയം തേടിയാലും ശത്രുക്കളുടെ കരങ്ങളാൽ വധിക്കപ്പെടുമെന്ന പ്രവാചക വചനത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്ന അദ്ദേഹം കൂഫയിലേക്ക് പുറപ്പെടാൻ തന്നെ തീരുമാനിച്ചു. 72 പേരോടൊപ്പം യാത്ര ആരംഭിച്ചു. യാത്ര ഇപ്പോൾ ഭൂഷണമല്ലെന്ന് പലരും പറഞ്ഞു നോക്കിയെങ്കിലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടായില്ല. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെക്കുന്നത് ഭീരുവിന്റെ അടയാളമാണെന്ന തത്വം ഉൾക്കൊണ്ട വ്യക്തിയായിരുന്നുവല്ലോ അദ്ദേഹം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സംഘം കൂഫ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. യുദ്ധത്തിന് തയ്യാറായ ഒരു സംഘം വരുന്നുവെന്ന് മനസ്സിലാക്കിയ ഇബ്നു സിയാദ് വൻ സൈനിക സന്നാഹങ്ങളുടെ കാത്തിരിക്കുകയായിരുന്നു. കാര്യങ്ങൾ വീക്ഷിച്ചു വരാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ച അബ്ദുള്ള കൈസ് എന്നിവർ ഇബ്നു സിയാദിന്റെ വലയിൽ കുടുങ്ങി. അബ്ദുള്ളയെ കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കെറിഞ്ഞ് കൊല്ലുകയും ഖൈസിനെ വധിച്ചു കളയുകയും ചെയ്തു. കൂഫയിലേക്ക് വരരുത് എന്ന് മുസ്ലിം റളിയല്ലാഹു അൻഹു അയച്ച സന്ദേശവും ദൂതന്മാർ വധിക്കപ്പെട്ടതും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുണ്ടായിരുന്ന പലരുടെയും മനസ്സിൽ പേടിയുണർത്തുകയും പലരും പിന്തിരിയുകയും ചെയ്തു. എങ്കിലും മക്കക്കാരായ ഏതാനും പേർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് നെഞ്ചും വിരിച്ച് ശക്തി പകർന്നു. വഴിയിൽ വെച്ച് കൊഴിഞ്ഞുപോയവരെ കുറിച്ച് ആവലാതിപ്പെടാതെ അവർ കൂഫയിലേക്കുള്ള യാത്ര തുടർന്നു. അങ്ങനെ മുഹറം മാസം 7 സംഘം കർബലയിൽ വെച്ച് ഇബ്നു സിയാദിന്റെ സൈന്യത്തെ കണ്ടുമുട്ടി. ഇബ്നു സിയാദ് കർബലയിൽ എല്ലാം സംവിധാനിച്ചിരുന്നു. നദിയിൽ ഒരു സംഘത്തെ കാവൽ നിർത്തിയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സംഘത്തെ നേരിടാൻ ശക്തമായ 2 നേതാക്കളെയും വിന്യസിച്ചിട്ടായിരുന്നു ഇബ്നു സിയാദിന്റെ യുദ്ധപ്പുറപ്പാട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ നേരിടാൻ നിയോഗിച്ച സംഘത്തലവനായിരുന്ന ഹിജ്ർ ബിൻ സിയാദും ഉമർ ബിൻ സഅദ് ബിൻ അബീ വഖാസും യുദ്ധത്തിന് താൽപര്യം കാണിച്ചില്ല. പകരം അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണുണ്ടായത്. പക്ഷെ അപ്പോഴേക്കും പിന്നിൽ നിന്ന് വന്ന അമ്പുകൾ യുദ്ധത്തിന് തുടക്കം കുറിക്കുകയാണുണ്ടായത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും സംഘത്തിനും ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാതിരിക്കാനായി
ഇബ്നു സിയാദ് അംർ ഇബ്നു ഹജ്ജാജിന്റെ നേതൃത്വത്തിൽ 500 പടയാളികളെ നദിക്കരയിൽ വിന്യസിച്ചിരുന്നു. അന്നേരം ഒരാൾ വിളിച്ചു പറഞ്ഞു, ഹുസൈൻ, വെള്ളം കാണുന്നില്ലേ? എന്നാൽ അതിൽ നിന്ന് ഒരു തുള്ളി പോലും നിങ്ങൾക്ക് രുചിക്കാനാകില്ല. ദാഹിച്ചു മരിക്കുകയാണ് നിങ്ങളുടെ വിധി. ഇത് കേട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ആ മനുഷ്യനെ നീ ദാഹാർത്തനായി മരിപ്പിക്കണേ. പ്രാർത്ഥന പോലെ തന്നെ ആ മനുഷ്യനെ അല്ലാഹു തആല ദാഹം കൊണ്ട് ബുദ്ധിമുട്ടിക്കുകയും ദാഹിപ്പിച്ച് മരിപ്പിക്കുകയും ചെയ്തുവെന്നത് ചരിത്രമാണ്. യുദ്ധത്തിന് കർബല സാക്ഷിയാകാനിരിക്കെ ഒരു ദിവസത്തെ സാവകാശം വേണമെന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു. എന്നാൽ യസീദിന് ബൈഅത്ത് ചെയ്യാത്ത പക്ഷം യുദ്ധം ആരംഭിക്കാനായിരുന്നു ഇബ്നു സിയാദിന്റെ പ്രഖ്യാപനം. ചെറിയൊരു ഇടവേളയിൽ ഇബ്നു സിയാദിന്റെ സൈനിക തലവനായിരുന്ന ഖുർബിനു യസീദും 30 പേരും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്തേക്ക് കൂറുമാറി. പക്ഷെ 1000-ഓളം പേരുണ്ടായിരുന്ന സൈന്യത്തോടൊപ്പം ഇബ്നു സിയാദ് ആക്രമണം തുടരുക തന്നെ ചെയ്തു. ഒരു ദിവസത്തിനുള്ളിൽ തന്നെ തന്റെ കൂടെയുണ്ടായിരുന്ന ഏതാനും പോരാളികളെ ഉപയോഗിച്ച് എല്ലാവിധ സജ്ജീകരണങ്ങളും ഹുസൈൻ റളിയല്ലാഹു അൻഹു നടത്തി. മുഹറം 10-ന് കർബലയുടെ മണൽത്തീരം യുദ്ധക്കളമായി മാറി. പോരാട്ടം ശക്തമായി. പൊടിപടലങ്ങൾ കൊണ്ട് യുദ്ധക്കളം വീർപ്പുമുട്ടി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഒന്നും സംഭവിക്കാതിരിക്കാനായി അദ്ദേഹത്തെ ഒരു ടെന്റിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. കൂടെയുള്ളവരിൽ പലരും വധിക്കപ്പെട്ടതോടെ അദ്ദേഹം എതിർപ്പുകളെ വകവയ്ക്കാതെ പടക്കളത്തിലിറങ്ങി. ഇത് കണ്ട് ഷമീർ ബിൻ ദുൽഗുജിൻ എന്ന ആൾ തന്റെ കൂടെയുള്ള സൈന്യത്തെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെതിരെ തിരിച്ചുവിട്ടു. അധികം വൈകാതെ ആ വിശുദ്ധ ശരീരം ഭൂമിയിൽ ചേതനയേറ്റു വീണു. സിനാൻ ബിൻ അനസ് എന്നയാളായിരുന്നു ആ കൊടും ക്രൂരത ചെയ്തത്. ഹിജറ 61 മുഹറം 10-നായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിലെ ആ കറുത്ത അധ്യായം അരങ്ങേറിയത്. ഓരോ മുഹറവും ഇന്നും ആ കറുത്ത ദിനങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലിൽ വധിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഒരിക്കൽ ആയിഷ ബീവിയുടെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ആയിഷ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ മകൻ, അതായത് ഹുസൈൻ, വധിക്കപ്പെടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹം മരിച്ചു കിടക്കുന്ന മണ്ണും കാണിച്ചു തരാം. എന്നിട്ട് മലക്ക് എനിക്ക് ആ ചുവന്ന മണ്ണ് കാണിച്ചു തന്നു. ഈ മണ്ണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ മണ്ണ് നീ ഒരു പാത്രത്തിൽ വെക്കുക. അത് രക്തക്കട്ടയായി മാറിയാൽ നീ അറിയുക എൻ്റെ കുട്ടി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിലെ രക്തസാക്ഷിയായപ്പോൾ അത് രക്തക്കട്ടയാവുകയും അന്ന് രാത്രി ഞാൻ നബി തങ്ങളെ സ്വപ്നത്തിൽ കാണുകയും ചെയ്തുവെന്ന്. അന്ന് തങ്ങളുടെ തലയിലും താടിയിലും മണ്ണ് പുരണ്ടിരുന്നു. ഇതാണ് കർബലയുമായി ബന്ധപ്പെട്ട ചരിത്രം. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയധികം കറുത്ത ഒരു ദിനം, കറുത്ത ഒരു അധ്യായമായിരുന്നു ഈ കർബല ചരിത്രം. ഈ കർബല ചരിത്രവുമായിട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കൊടിയാണ് ഇറാനിലെ ചുവന്ന പതാക. ആ ചുവന്ന പതാക ഇറാനിൽ പാറി പറക്കുമ്പോൾ ഇനി എന്തൊക്കെയാണ് കാണേണ്ടത് എന്ന് നമുക്കെല്ലാവർക്കും ഇനി കണ്ടറിയാം.